അടിച്ചേൽപ്പിക്കുവാനും പഴിചാരാനുമുള്ള ഉപാധിയായി സദാചാരം മാറുന്നുണ്ട്. സദാചാരം എന്നാൽ ശരിയായ ആചാരം എന്നാണ്. അതിൽ നന്മയും ശരിയായ രീതിയും ഉൾക്കൊള്ളുന്നു. സദാചാരം എന്നുള്ളതിനെ പലരും കപട സദാചാര സ്ഥിതിയിലേക്ക് അതിനെ മാറ്റുന്നുണ്ട്. ഞാൻ ശരിയും അപരൻ തെറ്റും എന്ന ചിന്ത വല്ലാതെ സമൂഹത്തെയും വ്യക്തിജീവിതത്തെയും കാർന്ന് തിന്നുന്നതാണ്. ആദാം ഹവ്വായിലും ഹവ്വ പാമ്പിലും ആരോപണം നടത്തുന്നുണ്ട്. ഞാനല്ല, അവനാണ് അല്ലെങ്കിൽ അതാണ് തെറ്റ്, തെറ്റിന് കാരണമെന്ന വാദം സദാചാരത്തിൻ്റെ പുറമോടിയായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അപരനിൽ അടിച്ചേൽപ്പിക്കുന്ന ആരോപണങ്ങൾ കപട സദാചാരവാദികളുടെ ബലഹീനത കൂടിയാണ്. കപട സദാചാരവാദികളുടെ ഭുജവീര്യം ക്രിസ്തു നിശ്ചലമാക്കുന്നുണ്ട്. ക്രിസ്തു ഇപ്രകാരം പ്രതിവചിച്ചു: പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അവിടെ ഉണ്ടായിരുന്നവർ അപ്പോഴാണ് അവനവൻ്റെ ഉൾത്തടങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത്. ആർക്കും കല്ലെറിയാൻ തോന്നിയില്ല എന്നതാണ് വാസ്തവം. അപരനെതിരെ വാദിക്കുന്നതിന് മുമ്പായി അവനവനിലെ ഉള്ളങ്ങളിലേക്ക് ഒരു യാത്ര ആവശ്യമാണ്. അപ്പോൾ മാത്രമേ നന്മയായതും ശരിയായതും നമുക്ക് പ്രവർത്തിക്കാനും സാക്ഷിക്കാനും സാധ്യമാകുകയുള്ളൂ. അഷ്ടപുരാണത്തിൽ വ്യാസൻ ഇപ്രകാരം പറഞ്ഞവസാനിപ്പിക്കുന്നുണ്ട്: പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. അപരനെ ദ്രോഹിച്ചുള്ള നോമ്പ് ശൂന്യവും കലുഷിതവുമാണ്. ആ നോമ്പ് ഊനമുള്ള ബലിവസ്തു പോലെയാണ്. സ്വീകരിക്കുവാൻ കഴിയാത്ത ബലിയെപ്പോലെ ആ നോമ്പ് ആയിത്തീരും. ഒരുവനിൽ സഹജമാകേണ്ട നന്മയാണ് സദാചാരം. അത് നിർമ്മല ബലി പോലെ ജീവിത മൂല്യത്തോട് ചേർത്ത് പിടിക്കാൻ ഈ നോമ്പുകാലം നമുക്ക് തുണയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.